ഗൈസ് നമ്മൾ കാറിന്റെ ടയർ നമ്മൾ എത്ര കഴിയുമെന്ന് പറഞ്ഞാലും പിന്നെ അത് ചെളി പിടിച്ച പോലെ കഴുകാത്ത പോലെ ഇരിക്കും. സോ അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 150 രൂപയ്ക്ക് ടയർ പോളിഷ് നമ്മൾ മേടിച്ചിരിക്കുകയാണ്. സോ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, യൂസ്ഫുൾ ആണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ജസ്റ്റ് സ്പ്രേ നമ്മളൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയൊരു സ്പോഞ്ചാണിത്. ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിടുകയാണ്. സോ ഗൈസ് നമ്മളിപ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്പോഞ്ച് തന്നെ വെച്ചിട്ട് നമ്മൾ ഫുൾ റബ്ബ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനിയും ആഫ്റ്റർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ആവും നോക്കാം. നമ്മളിപ്പോൾ നോർമലി ഒരു സോപ്പ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്ത് കിട്ടാലും ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നോർമൽ ഒരു കളറിലേക്ക് തന്നെ എത്തും. ഇപ്പോൾ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇത് പോളിഷ് ചെയ്തിട്ട് അറൗണ്ട് 24 hours ആയിട്ടുണ്ട്. അപ്പോൾ ഈ 24 hours ആയിട്ടും അത്യാവശ്യം പോളിഷിൻ്റെ ആ ഒരു രീതിയിലാണ് നമുക്ക് നിൽക്കുന്നത്. നമ്മൾ നോർമലി സോപ്പ് വാട്ടർ ഇട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചെളി പിടിച്ച പോലെയാവും. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ആ ഒരു ഗ്ലേസിങ്ങിലാണ് ഈ ടയർ ഇപ്പം നിലവിൽ. ഒരുപാട് ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു അധികം ബഡ്ജറ്റ് ആവാതെ നമുക്ക് ടയർ പോളിഷ് ചെയ്ത്, സോ നമുക്ക് ഈ ടയർ പോളിഷ് ചെയ്യുമ്പോൾ തന്നെ ടോട്ടലി ഒരു വെഹിക്കിളിൻ്റെ ഒരു ലുക്കിൽ തന്നെ അത് വ്യത്യാസം വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം.